Hello my dears, welcome back to my YouTube channel. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷം? സോ ഞാനൊരു ആഡ് ഷൂട്ടിന് വേണ്ടി റെഡി ആവുകയാണ് കേട്ടോ. നമ്മുടെ SKJയുടെ തന്നെ ഒരു സ്പോൺസേർഡ് ആഡ് ഷൂട്ടായിരുന്നു അത്. കഴിഞ്ഞ പ്രഗ്നൻസി അറ്റ് 50 എന്ന് പറയുന്ന എപ്പിസോഡ് കണ്ടവർക്ക് അറിയായിരിക്കും. സോ അതിൽ നമ്മളൊരു ഷോപ്പിൽ പോയിട്ടുണ്ടായിരുന്നു, മെറ്റേണിറ്റി വെയറിൻ്റെ. സോ അവിടുത്തെ ഒരു ആഡ് ഷൂട്ടായിരുന്നു കേട്ടോ. ഈവനിങ്ങിനാണ്. സോ ചേട്ടൻ പിക്ക് ചെയ്യാൻ വരുന്നതിന് മുന്നേ ഞാൻ പെട്ടെന്ന് ക്യുക്കായിട്ടൊന്ന് റെഡി ആവുകയാണ്. സോ ഞാൻ അതിന് വേണ്ടിയിട്ട് പെട്ടെന്ന് റെഡി ആവുമായിരുന്നു. ആ ഒരു വീഡിയോയിൽ കണ്ടവർക്കറിയാം. സോ ആ കോസ്റ്റ്യൂം തന്നെയാണ് എന്നോട് ഇട്ട് വരാൻ പറഞ്ഞത്. സോ ആ കോസ്റ്റ്യൂം ഇട്ട് റെഡി ആയിട്ട് ചിലപ്പോൾ അവിടെ പോയിട്ട് അവരുടെ കോസ്റ്റ്യൂംസ് കൂടി തരുമെന്ന് പറഞ്ഞു ഫോർ ഷൂട്ട്. സോ ഇവിടെ നിന്ന് നമ്മൾ ആ ഷൂട്ടിനുള്ള വീഡിയോയിലുള്ള ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആയിട്ടാണ് ഞാൻ പോയത്. ആൻഡ് എൻ്റെ കയ്യിലുള്ള ചില ഇത് വെച്ചിട്ടൊന്ന് മേക്കപ്പ് ചെയ്ത് ഒന്ന് റെഡി ആയിട്ടാണ് ഞാൻ പോയത് കേട്ടോ. സോ അവിടെ ചെന്നിട്ട് അവരുടെ കോസ്റ്റ്യൂംസും കൂടി എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു. സോ അത് വെച്ച് നമ്മൾ ഒരു ആഡ് ഷൂട്ട് ചെയ്തു, ലൈക്ക് ഫോട്ടോഷൂട്ട് ആൻഡ് റീൽസ് ആൻഡ് ആഡ് ഷൂട്ട് പോലെയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഞാൻ എൻ്റെ കയ്യിലുള്ള ഡേ ക്രീമും സൺസ്ക്രീനും ഒക്കെ യൂസ് ചെയ്തതിന് ശേഷം ആസ് യു ക്യാൻ സീ ഒരു ഷൂട്ട് ആയതുകൊണ്ട് തന്നെ ഞാൻ അന്നത്തെ വീഡിയോയിൽ ആക്ച്വലി ഇത്രയും ഒരു കവറേജ് കൊടുത്തിട്ടില്ല. ബട്ട് സ്റ്റിൽ ഒരു ചെറിയ കവറേജ് കൂടി കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കൺസീലർ കൂടി യൂസ് ചെയ്യുന്നുണ്ട്. ആസ് യു ക്യാൻ സീ ഡോട്ടർ എർത്തിൻ്റെ ആണ്. കഴിഞ്ഞ എൻ്റെ വ്ളോഗ് കണ്ടിട്ടുള്ളവർക്ക് അറിയായിരിക്കും. സോ അതുകൂടി വെച്ചിട്ട് ഞാൻ ചെറുതായിട്ടാട്ടോ ഒരു ചെറിയ മിനിമൽ കവറേജ് രീതിയിലാണ് ഞാൻ മേക്കപ്പ് ചെയ്തത്. ഷൂട്ടാണെന്ന് കരുതിയിട്ട് ഒരു ഹൈ കവറേജ് രീതിയിലൊന്നും ഞാൻ പോയിട്ടൊന്നുമില്ല. ബട്ട് സ്റ്റിൽ കാണുമ്പോൾ ലൈക്ക് ഷൂട്ടിന് വേണ്ടിയിട്ടുള്ള ഒരു മിനിമം കവറേജ് രീതിയിലാണ് ഞാൻ മേക്കപ്പ് ഒന്ന് സെറ്റ് ചെയ്തത്. അതിനുശേഷം ഞാൻ എൻ്റെ കോമ്പാക്ട് പൗഡർ വെച്ചിട്ട് അതിലുള്ളൊരു ലൂസ് പൗഡർ വെച്ചിട്ട് ഞാൻ അതൊന്ന് സെറ്റ് ചെയ്യുന്നുണ്ട്. ദെൻ കാജൽ ആൻഡ് ഐലൈനർ ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് മേക്കപ്പ് വാസ് ഡൺ. സോ അതിൻ്റെ ബ്ലെൻഡിങ് പ്രോസസ്സാണ് ഇപ്പോൾ കാണുന്നത്. സോ ഫൈനൽ ലുക്കൊക്കെ നിങ്ങൾ ഓൾറെഡി തമിഴിൽ കണ്ടിട്ടുണ്ടാവും. പ്ലസ് ഫൈനൽ ഇതിലോട്ട് വരുമ്പോഴത്തേക്കും കുറച്ചുകൂടി കാണാം കേട്ടോ. സോ അങ്ങനെയായിരുന്നു ഞാൻ ഒരു സിമ്പിൾ മേക്കപ്പ് ലുക്ക് ക്രിയേറ്റ് ചെയ്തത്. So anyway, thank you all for choosing to watch this video. Virtual hugs to all of you. I hope നിങ്ങളിത് ഇങ്ങനത്തെ ഒരു ഗെറ്റ് റെഡി സെഷൻ ഞാൻ ചെയ്തിട്ട് തന്നെ കുറേ നാളായി. അതും ലൈക്ക് വോയിസ് ഓവറിലാണ് ഇതുവരെയും ചെയ്തിട്ടുള്ളത്. ഐ റിയലി ലവ് ടു എന്താ പറയുക ലൈക്ക് നിങ്ങളോട് സംസാരിച്ചുകൊണ്ട് തന്നെ ഒരു മേക്കപ്പ് ചെയ്തൊരു വീഡിയോ ചെയ്യണം എന്നൊക്കെ എനിക്ക് ഭയങ്കര ആഗ്രഹമുണ്ട്. എനിവേസ് എനിക്ക് അതിനുള്ളൊരു സിറ്റുവേഷൻ കിട്ടുമ്പോൾ അങ്ങനത്തെ ഒരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എനിവേസ് അപ്പോൾ ഇത് ആക്ച്വലി നമ്മുടെ ആ എപ്പിസോഡിൻ്റെ ഷൂട്ട് കഴിഞ്ഞ് നെക്സ്റ്റ് ഡേ ഈവനിങ് ആയിരുന്നു ഈ ഒരു ആഡ് ഷൂട്ടിൻ്റെ കാര്യം പെട്ടെന്ന് അവർ വിളിച്ച് പറഞ്ഞിട്ട് നമ്മൾ പോയത് കേട്ടോ. സോ ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ നമുക്ക് തലേദിവസം ഷൂട്ട് കഴിഞ്ഞ് ഒരു മണിക്കാണ് ഷൂട്ട് കഴിഞ്ഞത്. വീട്ടിലെത്തിയപ്പോൾ തന്നെ 1:30 മണിയായി. ഒന്ന് ഉറങ്ങിയൊക്കെ ഒന്ന് വന്നപ്പോൾ തന്നെ ഒരു 2:30 3 o'clock അടുപ്പിച്ചൊക്കെ ആയി. നമ്മളൊന്ന് വന്ന് ഫ്രഷനപ്പൊക്കെ ആയി എല്ലാം ചെയ്തിട്ട്. സോ നല്ല ടയേർഡായിരുന്നു. ആൻഡ് ഈവനിങ് ആയതുകൊണ്ട് അറ്റ്ലീസ്റ്റ് ഈ ഒരു രീതിയിലെങ്കിലും ഞാൻ ഇരിക്കുന്ന കേട്ടോ. ശരിക്കും പറഞ്ഞാൽ മോർണിംഗ് ഞാൻ അത്യാവശ്യം ലേറ്റായിട്ടാണ് എണീറ്റത്. നല്ല എന്താ പറയുക, കാരണം ഒട്ടും സ്ലീപ്പ് ഓക്കെ അല്ലായിരുന്നു. ആൻഡ് ഭയങ്കര ഹെഡേക്കും ബോഡി പെയിനൊക്കെ ആയിരുന്നു എനിക്ക്. ആൻഡ് ബോഡി ടെമ്പറേച്ചറും ഇച്ചിരി ഉണ്ടായിരുന്നു. അത് ഈ സ്ലീപ്പ് ഡിസ്റ്റർബൻസ് അങ്ങനത്തെ ഒരു വന്നത് കൊണ്ടാണ്, വേറൊന്നും കൊണ്ടല്ല. എനിക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു 2 days എടുത്തു ശരിക്കും ഒരു നോർമൽ റൊട്ടീനിലോട്ട് വരാനാട്ടോ. എനിവേസ് ബട്ട് എൻജോയിങ് ദ ഹോൾ പ്രോസസ്. എനിവേസ് നിങ്ങൾ വീഡിയോ കണ്ടിട്ട് തീർച്ചയായിട്ടും എനിക്ക് കമൻസൊക്കെ ചെയ്ത് അറിയിക്കുക കേട്ടോ. ലൈക്ക് നിങ്ങൾക്ക് ഈ ലുക്ക് ഇഷ്ടമായോ, ആൻഡ് ഇഫ് യു ഹാവ് എനി സജഷൻസ് ആൻഡ് ഇതുപോലത്തെ മേക്കപ്പ് വീഡിയോസ് ചെയ്യാൻ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടോ എങ്കിൽ നമുക്ക് കൺസിസ്റ്റൻ്റ്ലി വീണ്ടും നമുക്ക് ചെയ്യാം. സോ ദാറ്റ് വാസ് മൈ ഫൈനൽ ലുക്ക്. സോ ഞാൻ പോകാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. ഇപ്പോൾ പിക്ക് ചെയ്യാൻ വരും. സോ ഞാൻ ഇറങ്ങുവാണ്. സോ ഹോപ്പ് യു ഓൾ എൻജോയ്ഡ് വാച്ചിങ് ദിസ് വീഡിയോ. വീഡിയോ ഇഷ്ടമായെങ്കിൽ, ലുക്ക് ഇഷ്ടമായെങ്കിൽ ഡു ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് കമൻറ്റ്. അപ്പോൾ നമുക്ക് മറ്റ് വീഡിയോസായിട്ട് കാണാം. ടിൽ ദെൻ ബൈ.